ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമ്മളൊരു വാക്യം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള ദൈവസഭയ്ക്ക്, ഈ റോമിലെ ദൈവസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ നഗരം എന്ന് പറയുന്ന ഏതാണ്ട് 10 ലക്ഷത്തോളം ആൾക്കാര് ആ കാലഘട്ടത്തിൽ, ആരുടെ കാലഘട്ടം? ഈ പൗലോസിന്റെ ഈ കാലഘട്ടത്തിൽ താമസിച്ച ഒരു പട്ടണം, ഒത്തിരി അടിമകളുള്ള ഒരു പട്ടണം. ഈ റോമിലെ സഭയുടെ ഒരു പ്രത്യേകത, പൗലോസ് പോയി നേരിട്ട് സ്ഥാപിച്ച സഭയല്ല. പെന്തക്കോസ്തിന്റെ നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോ അവിടെ കൂടിയിരുന്ന അനേക ആൾക്കാരുണ്ട്. അവിടെ വന്നവരിൽ ആത്മസാന്നിധ്യം, ആത്മനിർവ് പ്രാപിച്ച് മടങ്ങിപ്പോയവർ, ഈ റോമിന്റെ പ്രദേശത്ത് പോയി ആ ദേശത്ത് പോയവർ, അവിടെ അവരാൽ ഉളവായ ഒരു സഭയാണ് റോമിലെ ദൈവസഭ. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആത്മശക്തി വ്യാപരിച്ചാൽ വ്യക്തികൾ പോലും വിഷയമല്ല, ആത്മാവ് തന്റെ പ്രവൃത്തി വെളിപ്പെടും. നീ അവിടെ ഇല്ലെങ്കിലും ആത്മപ്രവൃത്തി, ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും? ചലിക്കാൻ പറ്റും. അതാ ബൈബിൾ പറയുന്ന ദൈവശക്തിയുടെ പ്രത്യേകത അളവറ്റ വലിപ്പമാണ്. എന്താണ് അളവറ്റ വലിപ്പം? എന്തിനെ ഈ ലോകത്തിൽ പലതിനെയും നമുക്ക് ഇന്നത്തെ ടെക്നോളജി വെച്ച് അളക്കാൻ പറ്റും. ഇന്ന് വൈകിട്ട് കേൾക്കത്തില്ലേ, കാലാവസ്ഥ എത്ര ചൂടുണ്ട് പറയാൻ പറ്റും. മഴ പെയ്തെങ്കിൽ മഴ, എത്ര കാറ്റ്, ഇന്ന് എത്ര സ്പീഡിൽ കാറ്റടിച്ചു നമുക്ക് അളക്കാൻ പറ്റും. എന്തിന്? വൈദ്യുതി ഇല്ലേ, അളക്കാൻ പറ്റും. അങ്ങനെ എന്തിനേയും ഒരു ദിവസം എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ വീട്, സ്ക്വയർ ഫീറ്റ്, ഹോള്, നമ്മൾ ഇന്ന് മൊബൈലിൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് ആപ്പുണ്ട്. നമ്മൾ രാവിലെ വീട് തൊട്ട് എത്ര ഇറങ്ങി വന്നോ, തിരിച്ച് നടന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് എത്ര മൈല് നടന്നു എന്ന് മൊബൈലിൽ എന്ത് പറയും? നെറ്റ് ഓൺ ആണെങ്കിൽ ആപ്പ് പറയും ഇന്ന് എത്ര നടന്നു. അത്യാവശ്യം എല്ലാവരും അങ്ങനെ നടന്നടിക്കും. ഇന്ന് എത്ര നമ്മൾ നടന്നു, ഇന്ന് വീട്ടിൽ നിന്ന് തൊട്ട് സഭ ഹോളി വന്നു, സഭയിൽ നിന്ന് തിരിച്ചെത്തി, ഇന്ന് എത്ര കിലോമീറ്റർ നടന്നു, യാത്ര ചെയ്തു, മൊബൈലിൽ അറിയാൻ പറ്റും. എന്തിനെ അളക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ എന്ത് ചെയ്തിരിക്കുന്നത് കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അളവറ്റ, നിനക്ക് അളക്കാൻ പറ്റത്തില്ല. ഇത് ആത്മസാന്നിധ്യം വ്യാപരിച്ചാൽ എവിടൊക്കെ ചലിക്കും, എത്രത്തോളം ചലിക്കും, അതിനെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന അളവറ്റ വലിപ്പമാണ് ദൈവശക്തി. അതിന്റെ പ്രത്യേകത, ആർക്ക് ചലിക്കും? വിശ്വസിക്കുന്നവന് വേണ്ടി ആ ദൈവശക്തി ചലിക്കും. ഹല്ലേലൂയ. അങ്ങനെ താൻ ഒരു കണ്ടിട്ടില്ലാത്ത സഭയ്ക്കാണ് ഈ ലേഖനം വരുന്നത്. ഈ ലേഖനം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ യാത്ര തിരിക്കുമ്പോ എനിക്ക് നിങ്ങളെയും വന്ന്, റോമിലും വന്ന് ഒന്ന് നിങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു മുമ്പേ ഈ ലെറ്റർ കൊടുത്തെഴുതി വിടുകയാണ്. അപ്പോസ്തലന്മാരുടെ യഥാർത്ഥ ഉപദേശത്തിന്റെ അനുഭവങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ലേഖനത്തിൽ ചുരുളുകളായി എഴുതി അവർക്ക് ലെറ്ററായിട്ട് കൊടുക്കുകയാണ് റോമിലെ സഭയ്ക്ക്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വന്ന് 15-16 അവസാനം ആ ലേഖനം അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾക്കറിയാം, ഏത് കാര്യവും അവസാനിക്കുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഒന്നുകൂടെ പറയും, അല്ലെങ്കിൽ അവസാനത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയും. അതിനെല്ലാവരും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് പറയാൻ കാരണം ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും ജീവിത എക്സ്പീരിയൻസിൽ നിന്നും ചില കാര്യങ്ങൾ പറയും. അതിനെല്ലാവരും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതുകയാണ്. ഇനി ഓരോ വാക്കും ശ്രദ്ധിച്ചോ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ ലോകം ഭയങ്കര ആക്സിറ്റിയുള്ള, അസ്ഥിരപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന, ഫിയറുള്ള, നിരാശകൾ നിറഞ്ഞു നിൽക്കുന്ന, നിരാശപ്പെടുത്തുന്ന ലോകത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ദൈവം ഉണ്ടെന്ന് പറയുന്നവനും ദൈവമില്ല എന്ന് പറയുന്നവനും ദൈവത്തെ അധികം വിശ്വസിക്കുന്നവനും എല്ലാവരും താമസിക്കുന്ന ലോകം ഇങ്ങനത്തെ അനിശ്ചിതത്വമുള്ള, ആടി ഉലയുന്ന, ഭയപ്പാടുണ്ടാക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് മനുഷ്യൻ ആ ആൻസൈറ്റിയിൽ നിന്ന് മാറാൻ, ആ ഭയത്തിൽ നിന്ന് മാറാൻ, ആ നിരാശയിൽ നിന്ന് മാറാൻ
പലതിനെയും ആശ്രയിക്കുന്നു, പലതിനെയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം വന്ന് പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തവന്റെ ജീവിതത്തിൽ വീണ്ടും നിരാശയായി, പ്രത്യാശ നഷ്ടപ്പെട്ട് ഭയത്തിന്റെ മേൽ ഭയം കൂടിയ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നു. അതിന്റെ ആദ്യ വാക്യം നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. ഒരു പ്രാർത്ഥന പോലെ പറയാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ഉറക്കെ പറ, പ്രത്യാശ നൽകുന്ന ദൈവം. The God of hope, പ്രത്യാശയുടെ ദൈവം, പ്രത്യാശയുടെ ദൈവം. അതായത് നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്, പ്രത്യാശ നൽകുന്ന ദൈവമാണ്. എന്താണ് ബൈബിളിലെ ഈ പ്രത്യാശ, ഹോപ്പ് എന്ന് പറയുന്ന പ്രത്യാശ? നിങ്ങൾ ശ്രദ്ധിക്കും, ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ പ്രത്യാശ എന്ന് പറഞ്ഞ വാക്കുകളല്ല. ലോകത്തിലെ പ്രത്യാശ നാളെ കുറിച്ചുള്ള നല്ല വിഷ്ഫുൾ ആയിട്ടുള്ള, നല്ല ബെറ്റർ ആയിട്ടുള്ള, നാളെ എനിക്ക് നല്ലത് സംഭവിക്കും എന്നുള്ള പോസിറ്റീവ് വേർഡ്സ് പറയാറുണ്ട്. ആ പോസിറ്റീവ് വേർഡ്സ് അല്ല ബൈബിളിലെ ഹോപ്പ്, പ്രത്യാശ എന്ന് പറയുന്നത്. നാളെ എനിക്ക് നല്ലതുണ്ടാകും എന്ന് വിളിച്ചു പറയുന്ന, ഓക്കെ, മനസ്സിന് കേൾക്കാൻ സന്തോഷമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് നല്ലതാകും എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ആ പ്രത്യാശ ലോകം പറയുന്ന പ്രത്യാശയല്ല, വിശുദ്ധ ബൈബിൾ പറയുന്ന ഗോഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദൈവം നൽകുന്ന പ്രത്യാശ. അതായത് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അകത്തുള്ള അടിസ്ഥാനപ്പെടുത്തിയുള്ള നിന്റെ വിശ്വാസത്തെയാണ്, ആശ്രയത്തെയാണ് ബൈബിൾ പറയുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. മറ്റേ എന്തെങ്കിലും ജൽപ്പനം പോലെ എനിക്ക് നാളെ ഉണ്ടാവും, നല്ലതാകും എന്ന്, എനിക്ക് ഇന്നത്തെ ദിവസം നല്ലതാകും എന്ന് ഒരു പോസിറ്റീവായിട്ട് വിളിച്ചു പറച്ചിലല്ല ഈ പ്രത്യാശ പറയുന്നത്. എന്റെ ദൈവം മാറാത്ത ദൈവമായതുകൊണ്ടും അവൻ വാഗ്ദത്തം മാറാത്ത ദൈവമായതുകൊണ്ടും ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ കോൺഫിഡൻസിലാണ് ദൈവവചനം പറയുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. കാരണം ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഷുവറാ, മാറ്റമില്ല. കാരണം നമ്മൾ എന്തിൽ ആശ്രയിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ. എബ്രായർ 6:19 എന്ന് വായിച്ചു. എബ്രായർ 6:19. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, ആങ്കർ ഫോർ ദ സോൾ. ആത്മാവിന്റെ എന്താണ്? ഒരു നങ്കൂരം തന്നെ. എന്തോ ഈ നങ്കൂരം എന്നറിയാമോ? നങ്കൂരം എന്തുവാ? ഈ കപ്പലുകാർ ഉപയോഗിക്കുന്നതാണ്. നങ്കൂരം ഇടുമ്പോ ഏത് കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റാൻ വേണ്ടിയാണ് കപ്പലുകൾ എന്ത് ചെയ്യുന്നത്? നങ്കൂരം ഇടുന്നത്. അപ്പൊ നങ്കൂരം ഇടാതെ ഒരു കപ്പല് പാർക്ക് ചെയ്താൽ, നിന്നാൽ, അത് ആടി ഉലഞ്ഞ് തെന്നി മാറിപ്പോകും, തീരം തെറ്റി മാറും. അപ്പൊ കപ്പൽക്കാർ ഉപയോഗിക്കുന്നതാണ് നങ്കൂരം ഇടുന്നത്. അവിടെ ഉറച്ചു നിൽക്കും. ഭയങ്കര വെയിറ്റുള്ള സംഭവം. നങ്കൂരം ഇട്ട് വെക്കും. ഇതേപോലെ ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. നീ അതിൽ ഇട്ടാൽ, അത് വിശ്വസിച്ചാൽ, എത്ര കാറ്റടിച്ചാൽ അത് മാറിപ്പോകത്തില്ല. അപ്പൊ നമ്മുടെ പ്രത്യാശ നമ്മുടെ ആത്മാവിന് എന്താണ്? നങ്കൂരമാണ്. അപ്പൊ ക്രിസ്ത്യൻ ഹോപ്പ്, ആ ബൈബിൾ പറയുന്ന പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. ബൈബിൾ പറയുന്നു ഈ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം. നമുക്ക് രണ്ട് പ്രത്യാശ. ഒന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വചനത്തിന്റെ പ്രത്യാശ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വിടുതൽ. അതുകൊണ്ട് ഏറ്റവും വലിയ നമ്മുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ പ്രത്യാശ തീത്തോസ് 2:12 വായിച്ച്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും. ഓക്കെ, നിക്കേ, അങ്ങനെ നമ്മൾ കാത്തുകൊണ്ടിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരമാണ്. ഒന്ന്, ദൈവം
നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പ്രത്യാശ, അത് നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. അത് മാത്രമല്ല, ഏറ്റവും ബ്ലെസ്ഡ് ഹോപ്പ്, ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കാത്തിരിപ്പ് എന്താണ്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, എന്റെ കർത്താവിന്റെ വരവാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിലുള്ള ഹോപ്പ്, പ്രത്യാശ, ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഭാഗ്യകരമായ പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ. ഇനി ശ്രദ്ധിച്ച മെസ്സേജിലേക്ക് അപ്പോസ്തലനായ പൗലോസ് റോമർക്കാരോട് പറയുന്നു, പ്രത്യാശയുടെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നിറയ്ക്കട്ടെ. അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ ഒരു നങ്കൂരം പോലെ ആടി ഉലയാതെ നിൽക്കണമെങ്കിൽ ഇത് തരുന്നത് ആരാ? ആരുടെ ശക്തിയാലാ ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ റോള് പറയാ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നതാണ് അവന്റെ ജീവിതത്തിന്റെ അകത്ത് നങ്കൂരം പോലെ ഈ പ്രത്യാശ. ഇത് കിട്ടിയാൽ സാഹചര്യം എന്തുമായിക്കോട്ടെ, അവിടെ നീ കർത്താവിൽ വിശ്വസിച്ച് അത്ഭുതം കാണിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് പരിശുദ്ധമായി ആശ്രയിക്കണം? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം തരുന്ന ആ പ്രത്യാശ. പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ശ്രദ്ധിച്ചേ, പ്രത്യാശ ഇല്ലെങ്കിൽ നിരാശ വരും, ഇല്ലേ? നാളെ കുറിച്ചുള്ള ഒരു ചിന്തയും അനുഭവം നമ്മുടെ ജീവിതത്തിനകത്തില്ലെങ്കിൽ ഏത് മനുഷ്യനായാലും എന്തുണ്ടാവും? നിരാശ. ആ പ്രത്യാശ കിട്ടണമെങ്കിൽ ആര് തരും? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ട് ആ ആത്മാവിനെ കൊതിക്കണമെന്ന് തോന്നി. ഹല്ലേലൂയ. പോസിറ്റീവ് വേർഡ് മാത്രം പറഞ്ഞുകൊണ്ട് വിട്ടാൽ ഈ പോസിറ്റീവ് വേർഡ് കേൾക്കുന്ന അരമണിക്കൂർ കൊള്ളാം. അതാണ് ലോകം ബൈബിളും തമ്മിലുള്ള വ്യത്യാസം. അത് വേണ്ടെന്നല്ല, കുറച്ച് കേൾക്കാൻ കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു യൂട്യൂബിൽ എടുത്തിട്ട് ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാടെ കാക്കി നമുക്ക് പോസിറ്റീവ് കേൾക്കുന്ന അരമണിക്കൂർ നമ്മൾ ചാർജ് ആവും. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കൂടെ കറക്റ്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് താഴും. അത് ലോകത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ളതാണ്. പക്ഷെ ബൈബിൾ പറയുന്ന പ്രത്യാശയുടെ നങ്കൂരം ആത്മാവിന്റെ ശക്തിയാൽ നൽകുന്ന പ്രത്യാശയാണ്. ഇത് കിട്ടിയുള്ള പ്രയോജനം എന്നറിയാമോ? ബൈബിൾ പറയുന്ന ഒരു മനുഷ്യനെ കാണാം, 90 വയസ്സായ അബ്രാം സാറ ദമ്പതിമാർ ദൈവരോട് വാഗ്ദത്തം പറഞ്ഞ് ഇറങ്ങി തിരിച്ചപ്പോൾ തലമുറയെ തരാമെന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വാഗ്ദത്തം ദൂത് പറഞ്ഞു. പക്ഷേ സാഹചര്യം നോക്കുമ്പോൾ, ശരീരം നോക്കുമ്പോൾ, വയസ്സ് നോക്കുമ്പോൾ, അവസ്ഥ നോക്കുമ്പോൾ ഇത് നടക്കത്തില്ല. ബൈബിൾ ഭയങ്കരമായ ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ. റോമർ 4:17-18 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 17-18, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിങ്കൽ വിശ്വസിച്ച് 18 ഇങ്ങനെ പറയുന്നു, നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താനും ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഒരു ഹോപ്പും ഇല്ലായിരുന്നു, പക്ഷെ ആ ദൈവത്തിങ്കൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ ഹോപ്പിൽ വിശ്വസിച്ചപ്പോ ബൈബിൾ പറയുന്നു, 19 അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും ആരാണ് ആശയോടെ വിശ്വസിച്ചെന്നറിയാമോ? 100 വയസ്സായിട്ടും ശരീരം നിർജീവമായി പോയിട്ടും സാറയുടെ ഗർഭപാത്രത്തിന്റെയും നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ബൈബിൾ പറയുമ്പോൾ താരോട്ട് വായിക്കുമ്പോൾ 4:21 പറയുന്നു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് വിശ്വസിച്ചു. ബൈബിൾ പറയുന്നു, അവൻ തലമുറകളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവന്നു. നിർജീവത്വം കണ്ടിട്ടും നടക്കത്തില്ലെന്ന് കണ്ണിന് മുമ്പിൽ അറിഞ്ഞിട്ടും ശരീരത്തിൽ മനസ്സിലായിട്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ നിന്റെ പ്രത്യാശയുടെ അനുഭവം എന്താ? ലോകത്തിന്റെ പോസിറ്റീവ് തിങ്കല്ല. ഈ പ്രത്യാശയുടെ പ്രത്യേകത, ഇതിന്റെ പിന്നിൽ ഒരു ദൈവശക്തി ചലിക്കാം. ഗോഡ് ഓഫ് ഹോപ്പ്. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, ആശ നഷ്ടപ്പെട്ട നിന്റെ ചില വിഷയത്തിന്, നീ നടക്കത്തില്ലെന്നും ചലിക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയത്തിന് ആത്മാവിന്റെ നങ്കൂരമായ ഈ പ്രത്യാശയുടെ ദൈവത്തിൽ വിശ്വസിച്ചാൽ
അബ്രഹാമിന്റെ സാറയുടെ ശരീരത്തിൽ ചലിച്ച ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില നിർജീവം കണ്ട ചില അവസ്ഥകൾ ആത്മശക്തി ചലിക്കാൻ പോകുകയാണ്. അബ്രഹാം പ്രത്യാശയ്ക്ക് വിരോധമായി അവൻ വീണ്ടും വിശ്വസിച്ചു. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളോട് ആത്മാവ് സംസാരിക്കുന്നു. ഈ മറ്റുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിനക്ക് ലഭിക്കുന്ന ചില നിർജീവത്വങ്ങൾ ജയമായി മാറാൻ പോകുക. ചില നിർജീവത്വങ്ങൾ ജീവനായി മാറാൻ പോകുക. ചില ചലിക്കാതെ കിടക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ചില ശരീരങ്ങളുടെ മേൽ, ചില ബോഡികളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രത്യാശയുടെ ശക്തി ഉണ്ടോ? ഇത് ശ്രദ്ധിച്ചേ. ആ പ്രത്യാശയുടെ പവർ കണ്ടോ? ലോകത്തിന്റെ പോസിറ്റീവ് തിങ്കിങ് അല്ല. നമ്മുടെ പ്രത്യാശ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും വിശ്വസ്തത്തിലും വചനത്തിലുമുള്ള അടിയുറച്ചുള്ള കോൺഫിഡൻസ് ആണ് ബൈബിളിന്റെ ഹോപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ റൂട്ട് വ്യത്യസ്തമായ ഭാഷാന്തരത്തിൽ അതിനെ പഠിക്കുമ്പോൾ മനോഹരമാണ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്: എ കോൺഫിഡന്റ് ജോയ്ഫുൾ എക്സ്പെക്ടേഷൻ. ഉറപ്പുള്ള സന്തോഷകരമായ ഒരു പ്രതീക്ഷ. എന്തുകൊണ്ടാണെന്നറിയാം? ബിക്കോസ് ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ വിശ്വസ്തതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇതിനൊരു സന്തോഷത്തിന്റെ പര്യവസാനം ഉണ്ടാവും. ആ പ്രത്യാശയുടെ ശക്തി എന്താ? അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചപ്പോ നിർജീവത്വം ചലനാത്മാവുമായി. നിർജീവത്വം എന്തുമായി? ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ നിർജീവത്വം കണ്ടു കാണും. പക്ഷെ നമുക്കിപ്പോ വേണ്ട എന്തോ അറിയാമോ? പ്രത്യാശ. ഈ പ്രത്യാശ എവിടുന്ന് കിട്ടും? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ആത്മശക്തി നമ്മളെ മേൽ ഇത് ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ പോകും. അതാ ഞാൻ പറഞ്ഞു വന്നത്. പരിശുദ്ധാത്മാവിന്റെ പങ്കാണ്. ആത്മാവിന്റെ പങ്കാളിത്തം ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് പറയുന്നത്. പുതുനിയമ വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക്. അപ്പൊ ഇത് മനസ്സിലായ വീണ്ടും ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കാൻ തോന്നത്തില്ലേ? നിർജീവത്വം കാണുമ്പോൾ ദൈവാത്മാവുമായിട്ട് ബന്ധമില്ലാത്തവൻ നിരാശ കയറും. പ്രത്യാശയ്ക്ക് ആശയ്ക്ക് പരം എതിരായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും. ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങും. ഒന്നിനോടൊരു വിരക്തി വരാൻ തോന്നും. പ്രവചനത്തോടും വചനത്തോടും ഒക്കെ ഒരു വിരക്തി വരാൻ തോന്നും. പക്ഷെ ബൈബിൾ പറയുന്നത് നിന്റെ നിർജീവത്വം കാണുമ്പോഴും നീ ആത്മാവിനോട് ചേർന്ന ആത്മാവ് പകരുന്ന ഒരു പ്രത്യാശ നിന്റെ അകത്തുണ്ട്. അതൊന്ന് ഓണായി കിട്ടിയാൽ അത് നിന്റെ ആത്മാവിന്റെ നങ്കൂരമാണ്. കപ്പൽ ആങ്കറിട്ട് നങ്കൂരമിട്ട് നിൽക്കുന്ന പോലെ എത്ര കാറ്റടിച്ചാലും അത് ചലിക്കത്തില്ല, അതിനെ തൊടാൻ പറ്റത്തില്ല. കാരണം ഇത് പ്രത്യാശയുടെ നങ്കൂരമാണ്. ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവ് ചിലർക്ക് നങ്കൂരം ഇടാൻ പോവുക. ആത്മാവ് ചിലതിന് നങ്കൂരം ഇടാൻ പോവുക. കഴിഞ്ഞ നാളുകൾ നീ ആടി ഉലഞ്ഞ മണ്ഡലങ്ങളിൽ നങ്കൂരമിട്ട് ചില നിർജീവത്വങ്ങൾ മാറി നിന്റെ മേലൊരു ജയം എന്നറിയത്തില്ല. ഇത് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ സഭയോടും ഈ കുടുംബങ്ങളോടും നോക്കി തലയെ തൊട്ട് പ്രവചിക്കുന്ന പോലെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. നീ വിശ്വസിച്ചോ പ്രത്യാശിച്ചോ ചില ചലനാത്മകമായ ചില മണ്ഡലങ്ങൾ, നിർജീവത്വങ്ങൾ മാറി ചലിക്കുന്ന ചില വിടുതലുകൾ, ചില പിന്നോട്ട് വലിക്കുന്ന ശക്തികളെ പൊട്ടിച്ച് മാറ്റി പ്രത്യാശയുടെ ദൈവം ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശയാൽ നിനക്കൊരു മുന്നേറ്റം. നീ ചിലത് കാണാൻ പോകുക. നീ പ്രത്യാശയ്ക്ക് വിശ്വസിക്കുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. നീ ഇന്ന് കണ്ടതല്ല, നിന്റെ ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക. ചില നന്മകൾ കാണാൻ പോകുകയാണ്. എല്ലാ നിരാശകളും സടകുടഞ്ഞ് മാറ്റ. 2 കൊരിന്ത്യർ 1:8, 9, 10 വാക്യങ്ങൾ വായിച്ചേ. സഹോദരന്മാരെ, എല്ലാവരും സഭയോട് പറയാണ്, കൊരിന്തിലെ സഭയോട് പറയാണ്, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ മറച്ചൊന്നും വെക്കുന്നില്ല. ആസിയയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം എന്തോ ചെയ്യണം? നിങ്ങൾ അറിയണം. ഞങ്ങൾക്കൊരു കഷ്ടം ഉണ്ടായി ആസിയയിൽ. എല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അയ്യോ, ഞങ്ങൾക്ക് പറ്റിയ നിരാശയും കഷ്ടം എന്തോന്നറിയാമോ?
ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ഞങ്ങളുടെ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. പിടിച്ചു നിൽക്കാൻ നോക്കി ഞങ്ങളുടെ ശക്തിയിൽ. പക്ഷെ അത്യന്തം മീതെ ഭാരം ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. താഴോട്ട് വായിച്ചു. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു, ഞങ്ങൾ മരിക്കും. പക്ഷേ ഞങ്ങൾ ആരില്ല വിശ്വസിക്കുന്നേ? ഞങ്ങളിൽ തന്നെയല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഹോപ്പ് എവിടാ? ജീവിക്കുന്ന ദൈവത്തിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഈ ദൈവത്തിൽ അപ്രത്യാശ വെച്ച് ഞങ്ങൾ ഭയങ്കര കഷ്ടമുണ്ടായി. ജീവിച്ചിരിക്കുമോ എന്ന് പോലും തോന്നുമാർ നിരാശയുണ്ടായി. നിങ്ങളൊരു കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത്? ഈ ലെറ്റർ എഴുതുമ്പോൾ കൊരിന്ത സഭയെ നിങ്ങൾക്ക് രണ്ടാമത്തെ ലേഖനങ്ങൾ എഴുതുമ്പോഴെങ്കിലും നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്തോ? നിങ്ങൾ ഒരു കാര്യം അറിയണം. ഞങ്ങളായ അപ്പോസ്തലന്മാരെ ഞാൻ വരെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും തോന്നുമാറൊരു പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് മരിച്ച ദൈവത്തെ അല്ല, ജീവിക്കുന്ന ദൈവത്തെ. അതിന്റെ റിസൾട്ട് 10 ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, ഇനിയും വിടുവിക്കും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അവനിൽ ദൈവത്തെ ആശ വെച്ചാൽ ഇന്നലകളുടെ വിടുതൽ മാത്രമല്ല, ഇന്നും വിടുതലുണ്ട്, നാളുകളിലും വിടുതലുണ്ട്. നിന്റെ മുമ്പിൽ കാണുന്നത് എന്തോ ആയാലും ഇതിക്കുള്ളൊന്നും വേറെ ഒരു മനുഷ്യനില്ലല്ലോ. ജീവൻ പോകുമാറും മരിക്കുമെന്നുറച്ചുള്ള നിരാശ വരെ മുമ്പിൽ കണ്ടവൻ പറയാണ്, പക്ഷെ ഞങ്ങൾക്കൊരു കുറപ്പുണ്ട്, ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. മേലാലും വിടുവിക്കുന്ന, ഇന്നും വിടുവിക്കുന്ന, നാളുകളിലും വിടുവിക്കുന്ന ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഭയങ്കരം. എന്നിട്ട് ഈ പ്രത്യാശ, ആ വാക്കൊന്ന് വായിച്ച് റോമർ 15:13 ഒന്നുകൂടെ നിർത്തി വായിച്ച്. റോമർ 15:13 എല്ലാവരും ശ്രദ്ധിച്ച്. പ്രത്യാശ നൽകുന്ന ദൈവം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല അവിടെ നിൽക്കണേ. ഇനി പ്രത്യാശയിൽ നിറയെ മാത്രമല്ല, പ്രത്യാശയിൽ എന്തോ ഉണ്ടാവണം? സമൃദ്ധിയുള്ളവരായി. സമൃദ്ധിയുള്ളവരായി. പ്രത്യാശ ഉണ്ടാവും മാത്രമല്ല, പ്രത്യാശയിൽ എന്തോ വേണം? സമൃദ്ധിയുള്ളവർ. അടുത്ത ആളെ നോക്കില്ല, പ്രത്യാശ പോരാ, പ്രത്യാശ സമൃദ്ധി ഉള്ളവരാകണം എന്ന് പറയാം. അതിന്റെ സമൃദ്ധി എന്ന് വെച്ചാൽ നിറവാ, അത് ഓവർഫ്ലോയെ കാണിക്കും. നമ്മൾക്ക് നിറയെ മാത്രമല്ല, നമ്മളിന്ന് എന്ത് ചെയ്യണം? നിറയണം. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ഓവർഫ്ലോ ചെയ്യണം. അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മള് ഒരു വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഡാം നിറയുമ്പോൾ അതിന്റെ ഗുണം ആർക്കാ? പിന്നെ ആർക്കാ? അത് അതിൽ നിന്ന് എന്തോ ചെയ്യണം? ഒഴുകാനുള്ളത്. അത് നദീതീരത്തും മറ്റു ജനങ്ങൾക്കും കൃഷിക്കാർക്കും അനുഗ്രഹം. എന്നുപോലെ നമ്മളിൽ പ്രത്യാശ ഉണ്ടായി, ആ പ്രത്യാശ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഇത് ഓവർഫ്ലോ ചെയ്യും. അങ്ങനെ ചെയ്താൽ ഒരു ഗുണം എന്തറിയാം? പ്രത്യാശ നഷ്ടപ്പെട്ട ലോകത്ത് വ്യക്തികൾക്ക് അവർക്കും കൂടി ഇത് പകർന്നു കൊടുക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. നാളുകളിൽ നമുക്കതാണ് വിടുതൽ കിട്ടിയ പൗലോസ് പറയാണ്, പ്രത്യാശയുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കും. അവൻ പ്രത്യാശയുടെ ദി ഗോഡ് ഓഫ് ഹോപ്പാണ്. അപ്പൊ പ്രത്യാശയിൽ നിങ്ങൾ എന്തുള്ളവരാകുക? സമൃദ്ധിയുള്ള. അതും പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അയ്യോ, നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മൾ നിറഞ്ഞ് ഒഴുകുന്നു. നിറഞ്ഞാൽ കവിയുന്നത് പിന്നെ ഒഴുകും, നമുക്കുള്ളതല്ല, അത് ഒഴുകിപ്പോകുന്നു. അപ്പൊ നമ്മൾ പ്രത്യാശയിൽ നിറവുണ്ടായാൽ മറ്റുള്ളവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യാശ നഷ്ടപ്പെട്ടവരെ ഒന്ന് ബലപ്പെടുത്താൻ പറ്റും. നമുക്ക് എന്തുകൊണ്ട് മറ്റവരെ ബലപ്പെടുത്താൻ പറ്റുന്നില്ല? അല്ല, പ്രശ്നമല്ല വിഷയം.
ഈ പാസ്റ്റർ എനിക്ക് പ്രശ്നം, പിന്നെ ഞാൻ അങ്ങനെ അവരെ മറ്റുള്ള ബലപ്പെടുത്തും. അല്ലല്ല, പ്രശ്നമല്ല വിഷയം. പ്രത്യാശ അകത്തുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലും മറ്റൊന്നെ ബലപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നത്തല്ല വിഷയം, ഈ പ്രത്യാശ നിറയുന്നതാണ് വിഷയം. അവിടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ വാക്കൊന്നുകൂടെ വായിക്കുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പൊ കണ്ടോ, പ്രത്യാശ മാത്രമല്ല, ആത്മശക്തിയാൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? സകല സന്തോഷവും സകല സമാധാനം, ജോയ് ആൻഡ് പീസ്, ഫില്ലിംഗ് ഓഫ് ജോയ് ആൻഡ് പീസ്. ഇനി ശ്രദ്ധിച്ചേ, മനുഷ്യന് വേണ്ട പ്രധാനപ്പെട്ട പിടിച്ചു നിൽക്കാൻ വേണ്ട 3 കാര്യം. ഒന്നൊരു പ്രത്യാശ വേണം, 2 സന്തോഷവും വേണം. കാശ് കൊടുത്താൽ കിട്ടാത്ത കാര്യം. ഇതാര് തരും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും. റോമർ തൊട്ട് ബാക്കിൽ റോമർ 14:17 വായിച്ചേ. റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. എന്താ ദൈവരാജ്യത്തിന്റെ സത്യം? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. കേട്ടോ, അപ്പൊ ആരാ സന്തോഷം തരുന്നേ? പരിശുദ്ധ. ആ സമാധാനം എവിടുന്ന് കിട്ടുന്നു? ദൈവത്തിന്റെ ആത്മാവ് നൽകും. എല്ലാവരും ശ്രദ്ധിച്ച്, വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ച്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രത്യാശയും സന്തോഷവും സമാധാനവും ആരാ നൽകുന്നേ? നമ്മുടെ സാഹചര്യം അല്ല. ഇന്നത്തെ സാഹചര്യം അല്ല നാളെ സാഹചര്യം അനുകൂലമാകുമ്പോൾ അകത്ത് സന്തോഷം അല്ലല്ല. സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ ആയിക്കോട്ടെ, പ്രത്യാശയും സന്തോഷവും സമാധാനവും തരുന്നത് തന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണമെന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമുക്കിത് അനുഭവിക്കാനേ പറ്റത്തില്ല. എന്താ ദൈവരാജ്യം? ഭക്ഷണമോ പാനീയോ നിന്ന് പോക്ക് ഇതൊന്നും അല്ല ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള joy in the Holy Spirit, പരിശുദ്ധാത്മാവിനെ സന്തോഷം ലഭിക്കുന്നത്. ഇന്ന് കൊതിച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും സമാധാനം കൊണ്ട് ദൈവം നൽകും. അപ്പൊ ഇന്ന് ശ്രദ്ധിച്ച വാക്ക് ഇതാണ്, നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നവരുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയും സന്തോഷവും സമാധാനം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ദൈവാത്മാവ് നിറയ്ക്കും. ആത്മശക്തിയിൽ നിറഞ്ഞാൽ എന്താ? ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്. യെശയ്യാവ് 40:28 വായിച്ചേ. എന്തിന് ആത്മാവിൽ നിറഞ്ഞാൽ ആർക്കത് കിട്ടും? നിറഞ്ഞാലുള്ള ഗുണം എന്താ? ആത്മശക്തിയാൽ നിറയുമ്പോൾ, ദൈവത്തിങ്കൽ പ്രത്യാശ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെശയ്യാവ് 40:28 തൊട്ടുള്ള വചനങ്ങൾ വായിക്കുന്നു, ശ്രദ്ധിക്കുക. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, എറ്റേണൽ ഗോഡ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, ഈ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഹല്ലേലൂയ. ഈ ദൈവം ക്ഷീണിക്കത്തില്ല, തളർന്നു പോകത്തില്ല. യെശയ്യാവ് 40:28 ഇന്ന് പകൽ സകലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. നിനക്കറിഞ്ഞൂടെ? നീ കേട്ടിട്ടില്ലേ? ഉറക്കെ പറ, നിനക്കറിഞ്ഞൂടെ? എല്ലാവരും പറ, നിനക്കറിഞ്ഞൂടെ? നീ കേട്ടിട്ടില്ലേ? യഹോവ അവൻ എന്താണ്? ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ച, ഈ കാണുന്നതിന്റെ സകലതിന്റെ അറ്റം വരെ സൃഷ്ടിച്ച ദൈവമാ, നിത്യനായ ദൈവമാ നിന്റെ ദൈവം. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത, അവൻ ക്ഷീണിക്കത്തില്ല, അവൻ തളർന്നു പോകത്തില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഈ ഭൂമിയിലായിരിക്കുന്ന നീ ക്ഷീണിക്കോ, നീ തളർന്നു പോകും. ഈ ഭൂമിയുടെ കീഴിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് മുമ്പിൽ നിനക്ക് പലതും പിടികിട്ടത്തില്ല. പക്ഷെ ഇതിന്റെ അറുതികളെ വരെ സൃഷ്ടിച്ചവൻ പറയുന്നു, അവൻ ക്ഷീണിക്കത്തില്ല, അവൻ തളരത്തില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ.
ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന നിന്നോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, എന്റെ ദൈവം ക്ഷീണിക്കത്തില്ല, എന്റെ ദൈവം തളർന്നു പോകത്തില്ല, അവന്റെ ബുദ്ധി അപ്രമേയത്രേ. അടുത്ത വാക്യം 29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. പക്ഷെ ആരാ ഈ ദൈവം എന്നറിയാമോ? ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. എവിടെങ്കിലൊക്കെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് എന്റെ ദൈവ ശക്തിയെ തകരും. അടുത്തത് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ചേ, ക്ഷീണിക്കുന്നവന്, ബലമില്ലാത്തവന് ബലം നൽകുന്ന ഭൂമിയുടെ ആർദികളെ സൃഷ്ടിച്ച ദൈവം. പക്ഷെ ആർക്കാ നൽകുന്ന? അടുത്തത് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ യഹോവേ കാത്തിരിക്കുന്നവർ. ഇംഗ്ലീഷ് പറയുമ്പോൾ those who hope, ദൈവത്തിങ്കൽ ആരൊക്കെ പ്രത്യാശ വച്ചിരിക്കുന്നു അവരോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഏതൊക്കെ ക്ഷീണിച്ചിരുന്നാലും, എവിടൊക്കെ നീ തളർന്നില്ലാലും, ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന, ദൈവത്തിൽ കാത്തിരിക്കുന്നവരോട് ദൂത് പറഞ്ഞു. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ സഭയെ നോക്കി, വ്യക്തികളെ നോക്കി വിളിച്ചു പറയുന്നു, കരികൻ ചിറകടിച്ചു പറന്ന് കയറുന്ന പോലെ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന നീ ഏത് കൊടുങ്കാറ്റിനും മീതെ, ഏത് മഴയ്ക്കും മീതെ പറന്ന് കയറാൻ പോകുക. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ചിലതിനെ പറന്ന് കയറ്റുന്ന ഒരാത്മപ്രഭത്തെ ഇന്ന് പകൽ മുതൽ വെളിപ്പെടുന്നു. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ജനമേ, ഇന്ന് പകൽ ഇതിന്റെ അകത്തൊരു വലിയ ദൈവമഹത്വം, ആത്മാവിന്റെ നിറവ് ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്ക. ചിറകടിച്ച് പറന്നു കയറ, തളർന്നു പോകാതെ ഓട്, ക്ഷീണിച്ചു പോകാതെ നടക്ക. ഇന്ന് പകൽ നീ തളർന്നു പോകാതെ ഓടത്തക്കവണ്ണം, ക്ഷീണിച്ചു പോകാതെ നടക്കത്തക്കവണ്ണം, എവിടേക്കോ ക്ഷീണിച്ചവിടക്ക് ദൈവം തന്റെ ശക്തിയെ പകരും. അത് പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവ് തൊടുകയാണ്. ചില ക്ഷീണങ്ങൾ മാറട്ടെ, ചില മടുപ്പുകൾ മാറട്ടെ, നിരാശപ്പെട്ട അനുഭവങ്ങൾ മാറട്ടെ. ഇന്ന് പ്രാപിച്ചോളോ. നിന്റെ നിരാശകളെ സടകുടഞ്ഞെഴുന്നേറ്റോ. ഒരു ആങ്കർ ഇടുന്ന പോലെ ഒരു നങ്കൂരം ദൈവം ഇട്ട് തരിക. നീ ദൈവത്തിൽ പ്രത്യാശ വച്ചാ നിന്റെ നിർജീവത്വം മാറും. നിനക്ക് സന്തോഷം ലഭിക്കും, നിനക്ക് സമാധാനം ലഭിക്കും. നീ തളർന്നു ക്ഷീണിച്ച മണ്ഡലങ്ങളിൽ ചിറകടിച്ചു കയറും. ചിലരോട് ദൂത് പറയാ, ചിറകടിച്ചു കയറും. ദൈവസഭയെ ചിറകടിച്ചു കയറും. മാതാവേ, പിതാവേ, കുഞ്ഞേ, നീ ചിറകടിച്ചു കയറും. മുന്നോട്ട് നിന്നെ ഓടിക്കാൻ പോകുക. മുന്നോട്ട് നിനക്കൊരു മുന്നേറ്റം തരാൻ പോകുക.